അടുത്തത് DSR, ഡൈനാമിക് സോഴ്സ് റൂട്ടിംഗ്. ഡൈനാമിക് സോഴ്സ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു റിയാക്റ്റീവ് ടൈപ്പ് അൽഗോരിതമാണ്. നമ്മൾ 2 ടൈപ്പ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് ടൈപ്പ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് റിയാക്റ്റീവ് ടൈപ്പ് അൽഗോരിതമാണ് DSR എന്ന് പറയുന്നത്. എന്താണ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആവശ്യമുള്ളപ്പോൾ മാത്രം റൂട്ട് കണ്ടുപിടിക്കുക. മറ്റേ കാറ്റഗറിയിൽ എങ്ങനെയായിരുന്നു? DSDBയിലൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ പോസിബിൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടിംഗ് ഇൻഫർമേഷൻ ഓരോ നോഡ് സേവ് ചെയ്ത് വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ആവശ്യമുള്ളത് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള റൂട്ടിംഗ് ഇൻഫർമേഷനും സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ആവശ്യമുള്ളപ്പം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് അയക്കണമെങ്കിൽ അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കും, എന്നിട്ട് ആ റൂട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യും. So it is similar to the source routing in traditional networks. ഇവിടെ 2 മെക്കാനിസംസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് റൂട്ട് ഡിസ്കവറി, രണ്ടാമത്തെ റൂട്ട് മെയിൻ്റനൻസ്. അതായത് റൂട്ട് ഡിസ്കവറി ഓൺ റിക്വസ്റ്റ് ആൻഡ് റൂട്ട് മെയിൻ്റനൻസ് വെൻ നീഡഡ്. അതായത് ആവശ്യമുള്ളപ്പോൾ, ഇപ്പോൾ ഒരു സോഴ്സിന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ റൂട്ട് ഡിസ്കവറി പ്രോസസ്സ് നടത്തി റൂട്ട് കണ്ടുപിടിക്കും. ആ ഡെസ്റ്റിനേഷനിലേക്ക്, ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കും. ദെൻ ഈ കണ്ടുപിടിച്ച റൂട്ടിനെ ആവശ്യം കഴിയുമ്പോൾ കളയൊന്നുമില്ല, കാര്യം അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ റൂട്ടിനെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. അതിനുവേണ്ടി ഇതൊരു റൂട്ട് ക്യാഷ് യൂസ് ചെയ്യും. എ നോഡ് മെയിൻറ്റെയിൻസ് റൂട്ട് ക്യാഷ് കണ്ടെയ്നിങ് ദ റൂട്ട്സ് ഇറ്റ് നോസ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഒരാവശ്യം വരുമ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ റൂട്ട് ക്യാഷ് യൂസ് ചെയ്യും. അപ്പോൾ നേരത്തെ പഠിച്ചതിനകത്ത് എങ്ങനെയായിരുന്നു? റൂട്ടിംഗ് ടേബിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ റൂട്ടിംഗ് ടേബിൾസ് അല്ല, റൂട്ട് ക്യാഷാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടായിരുന്നത്? റൂട്ടിംഗ് ടേബിളിനകത്ത് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് ഉണ്ടായിരുന്നു. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ അങ്ങനല്ല, ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. ഈ രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് റൂട്ട് മെയിൻ്റനൻസ് വെൻ നീഡഡ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ക്യാഷ് ചെയ്ത് വെക്കുന്ന ക്യാഷ് ചെയ്ത് വെക്കുന്ന റൂട്ടിംഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും തരത്തിൽ ചേഞ്ച് ഉണ്ടായാൽ, ഈ ലിങ്ക് ബ്രേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നു. റൂട്ട് മെയിൻ്റനൻസ് വെൻ നീഡഡ്. ഇങ്ങനെയാണ് ഈ 2 മെക്കാനിസംസും കൂടെ ടുഗെദർ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നതും റൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഓക്കെ. അപ്പോൾ ഈ 2 മെക്കാനിസംസ് അല്ലെങ്കിൽ ഈ ഒരു DSR റൂട്ടിംഗ്, DSR എന്ന് പറയുന്നത് തന്നെ ഒരു ഓൺ ഡിമാൻഡ് പ്രോട്ടോക്കോളാണ്. ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമുള്ളപ്പോൾ മാത്രം അതായത് ഒരു പാക്കറ്റ് റൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഹെഡ്, മറ്റേ DSDBയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഓവർ ഹെഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓവർ ഹെഡ് എങ്ങനെയാണ്? എപ്പോഴും അപ്ഡേറ്റ്, റൂട്ടിംഗ് ടേബിൾസ് ഉള്ളതുകൊണ്ട് എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണം. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ഇൻഫർമേഷൻസ് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓവർ ഹെഡ് ഉണ്ട്. അപ്പോൾ ആ ഓവർ ഹെഡിനെ നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും, ഓൺ ഡിമാൻഡായിട്ട് വർക്ക് ചെയ്ത്. So DSR allows the network to be completely self-organizing and self-configuring. സെൽഫ്-ഓർഗനൈസിങ്ങും ആയിരിക്കും, സെൽഫ്-കോൺഫിഗറിങ്ങും ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷനോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ആ മെക്കാനിസംസ് കുറച്ച് മെയിൻ പോയിൻറ്റ്സ് നോക്കാം. ആദ്യത്തേത് റൂട്ട് ഡിസ്കവറി. ആദ്യത്തെ മെക്കാനിസം റൂട്ട് ഡിസ്കവറി. ഇപ്പോൾ ഒരു സോഴ്സ് നോഡിന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യണം, പക്ഷേ ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് അതിനറിയില്ല. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യും? അത് റൂട്ട് ഡിസ്കവറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ക്യാഷിൽ നോക്കും, ഉണ്ടോ റൂട്ട് ക്യാഷിൽ ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടുകൾ ഇരിപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്നറിയോ? ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കും, RREQ, റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ് ഉണ്ടാക്കും. റൂട്ട് റിക്വസ്റ്റ് RREQ മെസ്സേജ് ഉണ്ടാക്കി ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, സ്പെസിഫൈങ് ദ ഡെസ്റ്റിനേഷൻ നോട്ട് ഫോർ വിച്ച് ദ റൂട്ട് ഈസ് റിക്വയർഡ്. ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ ഇതിന് റൂട്ട് വേണ്ടത് ആ ഡെസ്റ്റിനേഷനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു റൂട്ട് റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എല്ലാ നെയ്ബേഴ്സിനും സെൻഡ് ചെയ്യും.
ഓക്കെ. അപ്പോൾ ഈ റൂട്ട് റിക്വസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഈ സോഴ്സ് എവിടെ നിന്നാണോ പോകുന്നത് എന്നുള്ള ഈ സോഴ്സ് ഉണ്ടാവും. പിന്നെ ഡെസ്റ്റിനേഷൻ വേണ്ടേ, ഏത് ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടാണോ കണ്ടുപിടിക്കേണ്ടത് അതുണ്ടാവും. ദെൻ ഒരു റൂട്ട് റെക്കോർഡ് ഉണ്ടാവും. റൂട്ട് റെക്കോർഡിനകത്ത് ഇറ്റ് സ്പെസിഫൈസ് ദ സീക്വൻസ് ഓഫ് നോഡ്സ് ട്രാവേഴ്സ്ഡ് ബൈ ദ മെസ്സേജ്. ഇതിങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഓരോ നോഡിലും ഇതെത്തും. അതിങ്ങനെ പിന്നെ അത് ഫോർവേഡ് ചെയ്ത് പോകും. അപ്പോൾ ഏതൊക്കെ നോഡ്സിലൂടെ കടന്നിട്ടാണ് ഈ റൂട്ട് റിക്വസ്റ്റ് വരുന്നത്, അപ്പം ആ നോട്ട്സിനെ എല്ലാം ഈ റൂട്ട് റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം ഞാൻ പറയാണ് 1 എന്ന് പറയുന്ന നോഡിൽ നിന്ന് 2 എന്ന് പറയുന്ന നോഡിലേക്ക് ഈ റൂട്ട് റിക്വസ്റ്റ് എത്തി. അപ്പോൾ റൂട്ട് റെക്കോർഡിൽ ആ റിക്വസ്റ്റ് മെസ്സേജിൻ്റെ റൂട്ട് റെക്കോർഡിനകത്ത് 1 മാത്രമേ കാണുള്ളൂ. 2-ൽ എത്തിക്കഴിയുമ്പോൾ 2 അതെന്ത് ചെയ്യും, തിരിച്ചല്ല അപ്പുറത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് 2 എന്ത് ചെയ്യുന്നറിയോ, റൂട്ട് റെക്കോർഡിനകത്ത് സ്വന്തം പേരും കൂടെ 2 എന്നും കൂടെ എഴുതും. അപ്പം അടുത്ത നോഡിൽ കിട്ടുമ്പോൾ അതിന് മനസ്സിലാവും 1ഉം 2ഉം കടന്നിട്ടാണ് 3യിലേക്ക് എത്തിയെന്നതിന് മനസ്സിലാവും. അപ്പോൾ റൂട്ട് റെക്കോർഡ് എന്തിനാണ്, കടന്നു വന്ന ആ ഒരു പാത്തിനെ സേവ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി ഈ റൂട്ട് റിക്വസ്റ്റ് മെസ്സേജ് RRQ, ഇനി ഞാൻ RRQ മെസ്സേജ് എന്നേ പറയുള്ളൂ. ഈ RRQ മെസ്സേജ് ഓരോരോ നോട്ട്സിലിങ്ങനെ എത്തും. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിൽ ഈ RRQ എത്തും. ഇൻ്റർമീഡിയറ്റ് നോഡെന്ന് പറയുമ്പോൾ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇടയ്ക്കുള്ള ഏതോ ഒരു നോഡ്. അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് നോഡിൽ ഈ RRQ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ ഇതാദ്യം നോക്കും. ഇതുപോലെ ഇത് ഒരു പുതിയ റിക്വസ്റ്റ് ആണോ അതോ ഓൾറെഡി ഇത് കിട്ടിയതാണോ, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റിക്വസ്റ്റ് ആണോ എന്ന് ആദ്യം നോക്കും. അതെങ്ങനെ നോക്കും? ആ റിക്വസ്റ്റിൻ്റെ റൂട്ട് റെക്കോർഡിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. റൂട്ട് റെക്കോർഡിൽ നോക്കും ആ ഇൻ്റർമീഡിയറ്റ് നോഡ് ആ റൂട്ട് റെക്കോർഡിൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഓൾറെഡി ഈ റിക്വസ്റ്റ് ഈ നോഡിൽ എത്തിയിരുന്നതാണ്, പിന്നെ ലൂപ്പ് ചെയ്ത് ഇതിലേക്കോ കറങ്ങി തിരിച്ച് പിന്നെയും വന്നിരിക്കുകയാണെന്ന് മനസ്സിലാവും. ദെൻ അതിനെ ഇഗ്നോർ ചെയ്ത് കളയും. അല്ല എങ്കിൽ, അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, റൂട്ടിംഗ് ലൂപ്സ് എന്ന് പറയും. അങ്ങനെ റൂട്ടിംഗ് ലൂപ്സിൻ്റെ കേസിൽ ഇങ്ങനെ ഈ ഇൻ്റർമീഡിയറ്റ് നോഡിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോഡിന് ആ റൂട്ട് റെക്കോർഡിൽ നോക്കിയാൽ മനസ്സിലാവും ലൂപ്പാണോ എന്നുള്ളത്. ഇപ്പോൾ 2 എന്ന് പറയുന്ന നോഡിലേക്ക് ഒരു റിക്വസ്റ്റ് എത്തുവാണെങ്കിൽ അത് ആദ്യം നോക്കുന്നത് ആ റൂട്ട് റെക്കോർഡിൽ നോക്കും. റൂട്ട് റെക്കോർഡിൽ 2 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ 2-ൽ പണ്ടെപ്പോഴോ ഇത് വന്നിട്ടുണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ദെൻ അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. തൊട്ടടുത്ത നോട്ട്സിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഫോർവേഡ് ചെയ്ത് അവസാനം ഡെസ്റ്റിനേഷനിലേക്ക് ഈ റിക്വസ്റ്റ് എത്തും. ഡെസ്റ്റിനേഷനിലേക്ക് റിക്വസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഡെസ്റ്റിനേഷന് മനസ്സിലാവും അല്ലേ, ആ ഡെസ്റ്റിനേഷൻ നോഡ് ഏതാണെന്ന് ആ റിക്വസ്റ്റിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഡെസ്റ്റിനേഷനിൽ അതിലേക്കാണിത് വന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നറിയോ, ഒരു റിപ്ലൈ മെസ്സേജ് സെൻഡ് ചെയ്യും. റൂട്ട് റെസ്പോൺസ് അല്ലെങ്കിൽ റൂട്ട് റിപ്ലൈ എന്ന് പറയും. അപ്പോൾ ഈ റിപ്ലൈ മെസ്സേജ് അയക്കുന്നത് ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ അല്ലേ, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ റിക്വസ്റ്റ് എത്തിയത്. റിവേഴ്സ് ഡയറക്ഷൻ, ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കാണ് ഇപ്പോൾ നമുക്ക് എന്ത് വേണ്ടത്, റിപ്ലൈ അയക്കേണ്ടത്. RREP എന്നാണ് പറയുക റിപ്ലൈ മെസ്സേജ് അല്ലെ റെസ്പോൺസ് മെസ്സേജ്. അപ്പോൾ ഈ RREP മെസ്സേജ് തിരിച്ച് ഈ വന്ന ലിങ്കിനെ റിവേഴ്സ് ചെയ്തിട്ടയക്കും. അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ്റെ ക്യാഷിനകത്ത് ഓൾറെഡി ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കുള്ള എന്തെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ട് വഴി റിപ്ലൈ അയക്കും. അല്ലെങ്കിൽ ഈ വന്ന വഴി റിവേഴ്സ് ചെയ്ത് അയക്കും. സോ ദ RREP മെസ്സേജ് ക്യാൻ ബി സെൻഡ് എലോങ് ദ റിവേഴ്സ് റൂട്ട് ബാക്ക് ടു ദ റിസോഴ്സ്. അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ്റെ റൂട്ട് ക്യാഷിലുള്ള ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു റൂട്ട് വഴി അയക്കും. ഉണ്ടെങ്കിൽ സോഴ്സിലേക്കുള്ള റിവേഴ്സ് റൂട്ട്, അതായത് റിവേഴ്സ് ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്ക് ഏതെങ്കിലും റൂട്ട് ഉണ്ടെങ്കിൽ അതിലേക്കും, അല്ലെങ്കിൽ വന്ന വഴി തിരിച്ചയക്കും അല്ലേ. ഇനി അപ്പോൾ ഇതാണ് സംഭവം. റിക്വസ്റ്റ് അയക്കും, റിക്വസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ ഡെസ്റ്റിനേഷൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ ആ റിപ്ലൈ സോഴ്സിന് കിട്ടിക്കഴിയുമ്പോൾ സോഴ്സിന് റൂട്ട് പിടികിട്ടും. ഓക്കെ. ദെൻ ഇനി
ഇതുപോലെ തന്നെ അത് ഇപ്പം ഈ റിപ്ലൈ മെസ്സേജ് അയക്കാൻ ഡെസ്റ്റിനേഷൻ വരെ എത്തണമെന്നില്ല. ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് നോഡിലെത്തി എന്ന് വിചാരിക്കുക. ആ നോഡിന് ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് അറിയാമെന്നും വിചാരിക്കുക. അതായത് 1-ൽ 7-ലേക്കാണ്, 1 എന്ന് പറയുന്ന നോഡിൽ 7-ലേക്കാണ് ഡാറ്റ അയക്കേണ്ടത്. അപ്പോൾ 7-ലേക്കുള്ള റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആ റൂട്ട് കണ്ടുപിടിക്കാനാണ് റിക്വസ്റ്റ് അയക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ റിക്വസ്റ്റ് 3-ലെത്തിയെന്ന് വിചാരിക്കും. 3-ലെത്തിക്കഴിയുമ്പോൾ 3-ക്ക് അറിയാം 7-ലേക്കുള്ള റൂട്ട് അറിയാമെങ്കിൽ 3 ഇത് ഫോർവേഡ് ചെയ്ത് 7-ലേക്ക് എത്തിക്കണമെന്നില്ല. 3-ക്ക് തന്നെ 1-ലേക്ക് റിപ്ലൈ കൊടുക്കാം അല്ലേ. ഡെസ്റ്റിനേഷനിലെത്തി ഡെസ്റ്റിനേഷൻ റിപ്ലൈ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. 3-ക്ക് തന്നെ റിപ്ലൈ കൊടുക്കാം. എനിക്ക് 7-ലേക്കുള്ള റൂട്ട് അറിയാം എന്ന് പറഞ്ഞ് 3-ക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് if an intermediate node has a route to the destination in its cache, then it can append the route to the root record in RREQ and send an RREP back to the source. ഇങ്ങനെ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത് അയക്കുമ്പോഴത്തേക്കിന് ഇതിന് നമ്മുടെ നെറ്റ്വർക്ക് ഫ്ലഡിങ്, അതായത് നമ്മുടെ RREQ മെസ്സേജിൻ്റെ ഫ്ലഡിങ്, നെറ്റ്വർക്കിലത് ഫ്ലഡ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇൻ്റർമീഡിയറ്റ് നോഡിന് ഓൾറെഡി അതിൻ്റെ റൂട്ട് ക്യാഷിൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് ഉണ്ടെങ്കിൽ അതിനറിയാമെങ്കിൽ അത് ഫോർവേഡ് ചെയ്ത് ഈ റിക്വസ്റ്റ് മെസ്സേജ് ഡെസ്റ്റിനേഷൻ വരെ എത്തുന്നത് നോക്കിയിരിക്കേണ്ട. ഈ ഇൻ്റർമീഡിയറ്റ് നോഡിന് നേരിട്ട് റിപ്ലൈ കൊടുക്കാം, സോഴ്സിനോട് പറയാം, ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കാം. അതിനത് ആദ്യം ചെയ്യുന്നത് ഈ റൂട്ടിനെ, ആ കംപ്ലീറ്റ് റൂട്ടിനെ അപ്പെൻഡ് ചെയ്യും എന്നിട്ട് റിപ്ലൈ അയക്കും. ഇതാണ് റൂട്ട് ഡിസ്കവറി പ്രോസസ്സ്.